നമുക്ക് മിടിമിടുക്കിയായ ഒരു കർഷകയെ പരിചയപ്പെടാം. ഓണത്തിന് വിഷരഹിത പച്ചക്കറികളും പൂക്കളും കൃഷി ചെയ്ത് നെയ്യാറ്റിൻകര സ്വദേശിനി വെള്ളറട സ്വദേശിനി ശ്രീകലയാണ് ഓണക്കാലത്തെ വരവേൽക്കാൻ പച്ചക്കറികളും പൂക്കളും കൃഷി ചെയ്തത്. ഉപയോഗിക്കാതെ കിടന്ന ഒരേക്കറിലധികം ഭൂമി കൃഷിയോഗ്യമാക്കിയാണ് കൃഷി ഇറക്കിയത്. ഓണത്തിന് വിഷരഹിത പച്ചക്കറികളും പൂക്കളും ഒരുക്കണമെന്ന നിശ്ചയദാർഢ്യമായിരുന്നു പ്രേരണ. പഞ്ചായത്തിലെ മികച്ച കർഷക എന്ന അംഗീകാരം ഉൾപ്പെടെ ലഭിച്ച ശ്രീകലയുടെ കൃഷിയിടത്തിൽ മഞ്ഞ, ഓറഞ്ച് നിറങ്ങളിലെ ബന്ദിപ്പൂക്കളും തലയെടുപ്പോടെ നിൽക്കുന്നു. 1300-ലധികം ബന്ദിത്തൈകളാണ് ഇത്തവണ നട്ടത്. പഞ്ചായത്തിലെ കള്ളിമൂട് വാർഡംഗം കൂതാളി ഷാജിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനവും ഇവർക്ക് കിട്ടി. അത്തം തുടങ്ങിയപ്പോൾ തന്നെ പ്രദേശത്തെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും പ്രാദേശിക ക്ലബ്ബുകളിലെ അംഗങ്ങളും പൂ വാങ്ങാനെത്തുന്നുണ്ട്. തോവാളയിലും കാഞ്ഞിരംകുളത്തെ കൊച്ചു തോവാളയിലും ലഭിക്കുന്നതിലും കുറഞ്ഞ നിരക്കിൽ ശ്രീകലയ്ക്ക് പൂ നൽകാൻ കഴിയുന്നുണ്ട്. ഓണസദ്യയ്ക്ക് വിഷരഹിത പച്ചക്കറികൾ എന്ന ആശയത്തിലാണ് പച്ചക്കറി കൃഷി ചെയ്തത്. വെണ്ട, കത്തിരി, തക്കാളി, വഴുതിന, പച്ചമുളക് തുടങ്ങിയവയും സമൃദ്ധമായി വിളഞ്ഞു നിൽപ്പുണ്ട്. കൃഷിഭവന്റെ കൂടെ സഹായത്തോടുകൂടെ ഇത് ജൈവ പച്ചക്കറി ആയതുകൊണ്ട് അനേകം ആവശ്യക്കാരുണ്ട്. വില പോലും ആരും അന്വേഷിക്കാതെയാണ് ഞങ്ങളുടെ ഈ പച്ചക്കറി വാങ്ങുന്നതിന് ആൾക്കാർ വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് മറ്റുള്ളവർക്കും അത്തപ്പൂക്കളത്തിനുള്ള പൂക്കളും കൂടെ ഇവിടെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. കൃഷിഭവന്റെയൊക്കെ നല്ല സപ്പോർട്ടുണ്ട്. വേപ്പം പിണ്ണാക്ക്, ഗോമൂത്രം, ഉണക്കച്ചാണകം, പച്ചക്കറി കമ്പോസ്റ്റ് തുടങ്ങിയവ ഉപയോഗിച്ചാണ് കൃഷി. പച്ചക്കറികളും പൂവും ഇടകലർത്തിയുള്ള കൃഷിയായതിനാൽ കീടങ്ങളുടെ ശല്യവും കുറഞ്ഞു. ഇത്തരത്തിൽ സമ്മിശ്ര കൃഷി ചെയ്താൽ നേട്ടമുണ്ടാക്കുമെന്ന് ശ്രീകല പറയുന്നു. ഓണത്തിനു ശേഷം കൃഷിഭവന്റെ സഹായത്തോടെ സൂര്യകാന്തി കൃഷി ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഈ വീട്ടമ്മ. ന്യൂസ് 18 തിരുവനന്തപുരം.